ഹലോ, നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ തമ്പനിയിൽ കണ്ടവരക്കാരെ നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയം. നമ്മൾ പോകുന്നത് മെട്രോ വഴിയാണ് പോകുന്നത്. നമുക്ക് മെട്രോ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. മെട്രോയിലേക്ക് നമുക്ക് വീണ്ടും വന്ന് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് മെട്രോ വഴി ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പോകാമെന്ന് കരുതി. മെട്രോയിൽ കയറിയപ്പോൾ നമ്മൾ ദുബായിൻ്റെ മനോഹരം ശരിക്കും കാണാൻ സാധിക്കുന്നത്. നമ്മൾ സാധാരണ റോഡിലൂടെ പോകുമ്പോൾ അത്രത്തോളം കാണാൻ സാധിക്കില്ലല്ലോ. ഇത് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബിൽഡിങ്ങുകളുടെ ഒരു മഹാസാഗരം തന്നെയാണ് ദുബായ്. ബുർജ് ഖലീഫയും നമ്മുടെ ബുർജ് അറബ്, ജേബിയർ, അങ്ങനെ ഒരുപാട് നമുക്ക് അവിടേക്ക് എത്തുന്നതിന് മുന്നേ ഇതൊക്കെ കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ നേരെ ഓപ്പോസിറ്റ് അതിനേക്കാൾ മനോഹരമായ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതും വീഡിയോ എടുക്കണം. വീഡിയോ എടുത്ത് ഏകദേശം എന്താ പറയുക, ഫോണിൻ്റെ ഗാലറി വരെ ഫുള്ളായിട്ടുണ്ട്. കാരണം അത്രയും മനോഹരമായ ബിൽഡിങ്ങുകൾ വീഡിയോ എടുക്കാതിരിക്കാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുന്നതിന് ലക്ഷ്യം നമുക്ക് യൂട്യൂബിൽ ഇടുക എന്ന് മാത്രമാണ്. നമ്മൾ അത് കണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ എനിക്ക് ആഗ്രഹം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. മെട്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് ഇങ്ങോട്ട് തന്നെയുള്ള റൂട്ടാണ്. നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇത് നമ്മൾ അകത്തേക്കുള്ള പ്രവേശന കവാടമാണ്. എന്ത് ഭംഗി കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തോ സംഭവം ഉണ്ട്. അവിടെ എന്തൊരു ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കയറി കേട്ടോ. നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അകത്താണിത്. നമ്മൾ ഇതിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഭാഗം കാണാനായിട്ട്. പിന്നെ ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് വേറെ എടുക്കണം. നമുക്കിതൊന്ന് കാണുക. പിന്നെ ആ മറ്റേ ഹൈഡ്രജൻ ബലൂൺ പോലെ പറന്നു പോകുന്ന സംഭവമല്ലേ, അതൊന്ന് കാണണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളെപ്പോഴും റീലിലൊക്കെ കാണുന്നതല്ലേ. അങ്ങനെ നമ്മൾ ഇതിനകത്തൊന്നും കയറിയില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഗസ്റ്റ് ഇതായിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അത് എത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നിന്നുള്ള ആളുകൾ ലിഫ്റ്റിൽ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴോട്ട് പോകാനായിട്ട്. രണ്ട് ഭാഗമായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ കാണാൻ വരുന്നവർക്കുണ്ട്, അല്ല ടിക്കറ്റ് എടുക്കുന്നവർക്ക് മറ്റേ റൂട്ട് വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് ഒരുപാട് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ മറ്റേ ഹൈഡ്രജൻ ബലൂൺ തോന്നുന്നു തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അതിങ്ങനെ പാറി പറന്ന് പോകുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ അവിടെ ഒരു ഹോൾ പോലെ ഗുഹ പോലെ ഉണ്ട്, അകത്തേക്ക് അത് പോകുന്നുണ്ട്. എനിക്ക് ദുബായിൽ പോകുന്ന സമയത്ത് ബുർജ് ഖലീഫ കാണണമെന്ന് ആഗ്രഹം അധികമില്ലായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ കണ്ടതാണ്. പക്ഷേ ഈ സംഭവം ഞാൻ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പാണ്. ഇതിനകത്ത് ഇത്രയും സംഭവങ്ങളുണ്ടോ, ഇതിനകത്ത് കയറി ഇത്രയും സ്പേസ് ഉണ്ടാവുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ വലിയൊരു മഹാസംഭവം തന്നെയാണിത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. അത് മുകളിൽ നിന്നുണ്ട് ഒരുപാട് പേര് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിനകത്തേക്ക് പോകുന്ന മുകളിലേക്ക് പോകുന്ന അതിനാണ് മറ്റേ ലിഫ്റ്റ് ഉണ്ട്. അവിടെ പോയി വരുന്നവരൊക്കെ ഉണ്ട്. അതിനകത്ത് മ്യൂസിയത്തിനകത്ത് ഉള്ള സംഭവങ്ങൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട എന്തായിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനും സാധിക്കില്ല. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് അവിടെ ചെറിയ ഷോപ്പ് പോലെ, ഷോപ്പാണെന്ന് എനിക്കറിയില്ല, അതൊരു എക്സിബിഷൻ പോലെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഐറ്റംസാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മളെപ്പോലെ ഫ്രീ ആയിട്ട് പോകുന്നവർക്ക് ഇത്ര ഭാഗം മാത്രമേ കാണാനുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് അകത്ത് പോയി ഒരുപാട് കാണാം. പിന്നെ നമുക്ക് പുറത്ത് പോയി ഫോട്ടോ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ നമ്മൾ ആ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. പിന്നെ നമ്മൾ പോയ സമയത്ത് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉണ്ടാവും. നമ്മൾ പോയത് ഏകദേശം ആ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായ സമയത്താണ് പോയത്. അതുകൊണ്ടാണ് അധികം ആളുകളില്ല. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ പുറത്തേക്കാണ് പോകുന്നത്. പുറത്ത് പോയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ പോയി എടുക്കുന്നതാണ് ബെറ്റർ. കാരണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. കാരണം ഇതൊരു റോഡിൻ്റെ നേരെ മുന്നിലാണ് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പുറത്തെത്തിയപ്പോഴാണ് അച്ചുറിച്ചും ഒറ്റയ്ക്കല്ല ഞാനും കാണുന്നത് കൃത്യമായിട്ട് കാണുന്നത്. കാരണം നമ്മൾ നേരെ മെട്രോന്ന് ഇറങ്ങി നേരെ അകത്തേക്കാണ് പ്രവേശിച്ചത്. അങ്ങനെ ഇതാ നമ്മുടെ കൺമുന്നിൽ നേരിട്ടത് കണ്ടിരിക്കുന്നു. നമ്മൾ വീഡിയോസിന് ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ ആഗ്രഹമുള്ളത് നമുക്ക് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടോ, ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ നേരെ മുന്നിൽ റോഡാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. പിന്നെ കുറച്ച് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നാലാണ് ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുക. പിന്നെ ഇത് കണ്ടോ, ആ കൈ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് പോയിട്ട് ഫോട്ടോ എടുത്താൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്കിതിൻ്റെ വീഡിയോ എടുത്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് തവണ അതിൻ്റെ വീഡിയോ എടുത്തു. ഇതിൻ്റെ മുകളിൽ ഫുൾ അറബി അക്ഷരങ്ങൾ കൊണ്ടാണ് എഴുതിണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ കൈ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. നമ്മൾ ഏകദേശം അവിടെ എത്തിയ സമയം ഒരു നട്ടുച്ച സമയമായിരുന്നു. ഭയങ്കര വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. വേഗം പോയി നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഓടിപ്പോന്നു. നമ്മൾ ഫോട്ടോ എടുത്ത് ക്ലിയർ ഉണ്ടോ എന്ന് പോയി നോക്കാൻ കഴിയാത്ത രീതിയിൽ വെയിലുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഫുൾ ചിത്രം കിട്ടും. പക്ഷേ നമ്മൾ ഫ്രണ്ട് ഭാഗം കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ അവർ രണ്ടുപേരും വേഗം ഫോട്ടോ എടുത്ത് ഓടിപ്പോന്നു. ഭയങ്കര വെയിലാണ്, ഇനി ഫോട്ടോ എടുക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയില്ല, നല്ല ക്ലിയർ ആയിട്ട് കണ്ണാടി പോലെ കാണുന്നൊരു കൈ.
അതിൻ്റെ വലിപ്പം എത്രത്തോളം എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. നല്ല വലുതാണ് കണ്ടോ. അതിന് താഴെ പോയി നിന്നാൽ നമ്മൾ വളരെ ഒരു ഉറുമ്പ് മാത്രമാണ്. നല്ല വലുതാണ്, കാണുമ്പോൾ വളരെ ചെറുതാണ് തോന്നുന്നുണ്ടെങ്കിലും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര വെയിലിരുന്നു. നമ്മൾ വീണ്ടും തിരിച്ച് അകത്തേക്ക് കയറിയിട്ടോ. അവർക്ക് പുറത്ത് നിൽക്കാൻ വയ്യാതെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും നേരത്തെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ വന്നത്. നമ്മൾ നേരത്തെ വന്നതിനേക്കാൾ ആളുകൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ അകത്തുനിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നതെന്ന് അറിയില്ല കേട്ടോ. കാരണം അകത്ത് മ്യൂസിയം കാണാൻ പോയവർ വന്നതെന്ന് അറിയില്ല. ഒരുപാട് പേര് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ അടുത്ത ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത് കേട്ടോ. അടുത്ത വീഡിയോ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ ആയിരിക്കും. അത് കാണണം, മറക്കരുത്. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ആ പറന്ന് നടന്നിരുന്ന മറ്റേ ബലൂൺ പോലെ സംഭവം അവിടെ കാണാനില്ല. അതാണ് അച്ചു തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങോട്ട് ആ ഒരു ഗുഹ പോലെ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു റീലൊക്കെ എടുത്തു. അച്ചു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ കയറി വന്നിട്ട് താഴെ വരുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഇത് കണ്ടു, 2 ഭാഗത്തായിട്ട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് മുകളിൽ നമ്മൾ പോരുമ്പോൾ നേരെ ഇങ്ങോട്ടെത്തും. പിന്നെ മറ്റേ ഭാഗത്തായിട്ട് ക്ലോസ് ആണ്. എനിക്ക് തോന്നുന്നത് അവിടെ നിന്നാണ് ടിക്കറ്റ് കൊടുക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കാനുള്ളതായിട്ട്. ഇത് കണ്ട ഷോപ്പ് പോലെ സംഭവം ഈ സ്റ്റെപ്പിന് താഴെയായിട്ട്. ഇതൊക്കെ ഫുൾ ഐറ്റംസ് ഫ്യൂച്ചറിലേക്കുള്ള അതുമായി ബന്ധപ്പെട്ട ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മറ്റേ കോഫി ഷോപ്പ്, അതൊക്കെ റോബോട്ടാണ് അവിടെ ജോലി ചെയ്തത്. ഒക്കെ ഫ്യൂച്ചറിലേക്ക് ഇനി ഉണ്ടാവുന്നത് അങ്ങനെ ആയിരിക്കുമെന്ന് കാണിക്കാനാണ് കൂടുതലായിട്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഒരു 2 കപ്പിൾസ് വന്നിട്ട് അവരുടെ വീഡിയോ എടുത്തതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ അവരുടെ വീഡിയോ എടുത്തു കൊടുത്തു. ആ സ്റ്റെപ്പിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ട് റീൽ ചെയ്യാനോ തോന്നുന്നു. അച്ചു താഴെ ഇറങ്ങി വരുമ്പോഴാണ് അവർ പറഞ്ഞത് അച്ചു എന്നെ വിളിക്കണം, കാരണം ഞാനാണല്ലോ ക്യാമറമാൻ. ഇതാണ് അവൻ്റെ ഷോപ്പ് പോലും മുഴുവൻ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കോഫി ഷോപ്പ് റോബോട്ട് കണ്ടോ, അതാണ് റോബോട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പോയ ഭാഗത്തേക്കല്ല പോകുന്നത്, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാട്ടോ പോകുന്നത്. അതായത് റോഡിൻ്റെ ഭാഗത്തേക്കല്ല, ഈ ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ ഫ്യൂച്ചർ മ്യൂസിയം കൃത്യമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ അതുപോലെ മനോഹരമായ ബിൽഡിങ്സ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടുന്ന് നോക്കുമ്പോൾ അതാ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. കണ്ടോ എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. ഈ ഒരു ഭാഗത്ത് വെയിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നു. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, നമ്മൾ ഇനി ഇവിടുന്ന് പോകണ്ടേ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ മെട്രോ വഴി അകത്തേക്ക് പോകുന്നില്ല, ആ ഒരു ഭാഗമാണ്. ഇതൊരു പാലസാണ്, അതാണ് സംഭവം. അവിടെ എന്തോ എഴുതി വെച്ചത് ആ സംഭവമാണത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. നമ്മൾ മെട്രോയിൽ തിരിച്ചു പോയിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു, നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്നത് കേട്ടോ. പോകുന്ന വഴി കണ്ട് നമ്മുടെ ബുർജ് ഖലീഫ. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ടെന്നെ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഈ ബുർജ് ഖലീഫയുടെ അതേപോലെ കണ്ടില്ലേ മറ്റ് ബിൽഡിങ്സൊക്കെ ഒട്ടും ആരും മോശമല്ല, ദുബായിത്തെ ഒരു ബിൽഡിങ്ങും. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയും ബാക്കിയുള്ള ബിൽഡിങ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു.